പെട്ടെന്ന് തേങ്ങയൊന്നും ഇല്ലാതെ എളുപ്പം ഒരു മോര് കാച്ചാം. അതിനു വേണ്ടി ആവശ്യമായത് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 അല്ലി വെളുത്തുള്ളി അതും ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു കാൽ സ്പൂണ് ജീരകവും, ഒരു 2 നുള്ള് ഉലുവയും, പിന്നെ 3 തണ്ട് കറിവേപ്പിലയും, 2 ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതും, പിന്നെ ഒരു വറ്റൽമുളകും. ഇത്രയും സാധനം വെച്ച് നമുക്ക് പെട്ടെന്നൊരു മോര് തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഉലുവ 2 നുള്ളു ഉലുവ ഇടുക. അതിനുശേഷം ജീരകം ഇടുക. ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, മൂത്ത് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇട്ട് ഒന്ന് വഴറ്റുക. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ കുറച്ച്, അതായത് 1 സ്പൂണ്, ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. നല്ല വഴറ്റുക. ഇനി ഒന്നുമില്ല, ഇനി മോര് ഒഴിച്ചാൽ മതി. പുളിയില്ലാത്ത മോര ഞാനിവിടെ ഒഴിക്കുന്നത്. മോര് എത്രമാത്രം ലൂസാക്കണം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ലാസ്റ്റ് നമുക്ക് ഈ മോരിന് ഇച്ചിരി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു ചേരുവയും കൂടി ചേർക്കാം. അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 1/4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. 1/4 സ്പൂൺ മതി, ഇത്തിരി മതി. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ ഈ 1/4 സ്പൂണ് മുളക് പൊടി അത് ഇതിലോട്ട് ഇടുക. മുളക് പൊടിയുടെ പച്ച ചുവ മാറുമ്പോൾ ഇത് നമുക്ക് മോരിലോട്ട് ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കുക. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടേക്കണം കേട്ടോ, അത് ഇത് മിസ്സായിപ്പോയി. അങ്ങനെ സ്വാദിഷ്ടമായ, എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറി. പിന്നെ വലിയ പുളിയില്ലാത്ത തൈരോ മോരോ ആയിരിക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാ ബാച്ചിലേഴ്സിനും എല്ലാം പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ മോര്.